നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതീവ സുരക്ഷാ മേഖലയായ രാജ്യ തലസ്ഥാനത്തെ ചാണക്യപുരിയിൽ ലോക്സഭാ അംഗം സുധാ രാമകൃഷ്ണന്റെ സ്വർണമാല കവർന്നു. തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ നിന്നുള്ള കോൺഗ്രസ് എംപിയായ സുധ നിലവിൽ താമസിക്കുന്ന തമിഴ്നാട് ഭവന് സമീപമാണ് ഈ ഒരു നടുക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. VIP-കളും അതുപോലെ തന്നെ VVIP-കളൊക്കെ തന്നെ നടക്കാൻ ഇറങ്ങുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. പുലർച്ചെ പുറത്തിറങ്ങിയ സുധയുടെ കഴുത്തിൽ നിന്ന് മോഷ്ടാവ് മാല പിടിച്ചു പറിക്കുകയായിരുന്നു. ഒട്ടേറെ വിദേശ എംബസികളും VIP വസതികളുമുള്ള ഡൽഹിയിലെ ഏറ്റവും സുരക്ഷിതമായ മേഖലയായിട്ടും ആക്രമിക്ക് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത്ഭുതം. ഡൽഹി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെ തിരിച്ചറിയുന്നതിനായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. കുറ്റവാളിയെ കണ്ടെത്താൻ ഒന്നിലധികം സംഘങ്ങളെയും രൂപീകരിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സുധ കത്തെഴുതി. ചാണക്യപുരിയിലെ പോളണ്ട് എംബസിക്ക് സമീപത്ത് വെച്ച് രാവിലെ തന്റെ സ്വർണമാല കവർന്നെന്നും സംഭവത്തിൽ തനിക്ക് പരിക്കേറ്റെന്നും കത്തിൽ അവർ വ്യക്തമാക്കി. കത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: സർ, സമയം കിട്ടുമ്പോഴെല്ലാം പ്രഭാത സവാരിക്ക് പോകുന്നത് എന്റെ പതിവാണ്. 2025 ഓഗസ്റ്റ് 4, അതായത് തിങ്കളാഴ്ച, ഞാനും രാജ്യസഭയിലെ മറ്റൊരു വനിതാ പാർലമെന്റ് അംഗമായ ശ്രീമതി രാജാത്തിയും നടക്കാനായി തമിഴ്നാട് ഭവനിൽ നിന്ന് പുറത്തിറങ്ങി. രാവിലെ ഏകദേശം 6:15-നും 6:20-നും ഇടയിൽ ഞങ്ങൾ പോളണ്ട് എംബസിയുടെ 3-4 ഗേറ്റുകൾക്ക് സമീപം എത്തിയപ്പോൾ മുഖം പൂർണ്ണമായും മറയ്ക്കുന്ന ഫുൾ ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടർ ഓടിച്ചെത്തിയ ഒരാൾ എതിർദിശയിൽ നിന്ന് വന്ന് എന്റെ സ്വർണ്ണമാല തട്ടിപ്പറിച്ച് കടന്നു കളഞ്ഞു. ഇതാണ് കത്തിൽ പറയുന്നത്. മാല പിടിച്ചു പറിച്ചപ്പോൾ കഴുത്തിനും അതുപോലെ പരിക്കേറ്റതായും അവർ ധരിച്ചിരുന്ന ചുരിദാർ കീറുകയും ചെയ്തതായി അവർ കത്തിൽ പറയുന്നു. പിന്നീട് ദില്ലി പോലീസിന്റെ മൊബൈൽ പെട്രോൾ വാഹനം കണ്ടപ്പോൾ അവരെ വിവരം അറിയിച്ചതായും പറഞ്ഞു. ഒരു പാർലമെന്റ് അംഗമായ സ്ത്രീക്ക് എംബസികളും സംരക്ഷിത സ്ഥാപനങ്ങളും നിറഞ്ഞ ചാണക്യപുരി പോലുള്ള അതിസുരക്ഷാ മേഖലയിൽ പോലും സുരക്ഷിതമായി നടക്കാൻ കഴിയുന്നില്ല എന്നത് ഞെട്ടിക്കുന്നതാണെന്നും അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞു. രാജ്യ തലസ്ഥാനത്ത് ഈ അതീവ പ്രാധാന്യമുള്ള മേഖലയിൽ ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്ക് സുരക്ഷിതത്വം അനുഭവിക്കാനും നമ്മുടെ ജീവനും വസ്തുവകകൾക്കും ഭയമില്ലാതെ നമ്മുടെ ദിനചര്യകൾ ചെയ്യാനും കഴിയുക എന്നും അവർ ചോദിച്ചു. കഴുത്തിൽ പരിക്കേറ്റു. 4 പവനിലധികം തൂക്കമുള്ള സ്വർണ്ണമാല നഷ്ടപ്പെട്ടു. ഈ ക്രിമിനൽ ആക്രമണത്തിൽ ഞാൻ അതീവ ദുഃഖിതയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കുറ്റവാളിയെ കണ്ടെത്താൻ ബന്ധപ്പെട്ട അധികൃതർക്കും നിർദ്ദേശം നൽകണമെന്നും തന്റെ സ്വർണ്ണമാല വീണ്ടെടുക്കാനും വേഗത്തിൽ നീതി ലഭ്യമാക്കാനും വേണ്ട നടപടി സ്വീകരിക്കണമെന്നും അവർ അമിത്ഷായോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതായാലും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയായതിനാൽ തന്നെ CCTV ക്യാമറകളൊക്കെ തന്നെ ഉണ്ടാകും. ആ സമയത്ത് അവിടെ പോലീസ് വാഹനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി സമീപത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും പ്രതിയിലേക്ക് എത്താൻ സാധിക്കുക. ഇതുവരെയായിട്ടും പ്രതിയെക്കുറിച്ചുള്ള ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചിട്ടില്ല. ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ പിടികൂടട്ടെ. അല്ലെങ്കിൽ പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ ഒരു MP-ക്ക് ഈ ഒരു അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള യുവതികളുടെയും പെൺകുട്ടികളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.